ശിവദാസ് സാറെ കസേരയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കോളേജ് ജീവിതമാണ് ഓർക്കുന്നത്. കാരണം ഞങ്ങളുടെ കെമിസ്ട്രി ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് ആണ് ഞാൻ സാറിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൃഢമായ ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ പല മേഖലകളിൽ ഉണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമം നടത്തിയത് സാറ് തന്നെയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചില മീറ്റിങ്ങുകളിലൊക്കെ എന്നെ വിളിക്കുകയും സാറിൻ്റെ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് ചെയ്യേണ്ടതൊക്കെ സാർ ഇങ്ങോട്ട് ചെയ്യുകയായിരുന്നു എന്നതാണ് വാസ്തവം. മനോഹരമായൊരു പുസ്തകം സാറിൻ്റെതായിട്ട് ഇപ്പോൾ ഉടനെ തന്നെ പുറത്തിറങ്ങും. അത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ബൈബിളിലെ ഒരു തീമാണ്, നോഹയുടെ പെട്ടകമാണ് വിഷയം. പക്ഷേ ബൈബിൾ നല്ലവണ്ണം പഠിച്ച് ജീവിതകാലം മുഴുവൻ അതുമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പോലും ചിന്തിക്കാനാവാത്ത വിധം ആ കഥയിൽ നിന്ന് പാരിസ്ഥിതികമായ പുതിയ വിഷയങ്ങളെല്ലാം തന്നെ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പ്രായമായവർക്കും ഹൃദ്യമായിട്ട് മനസ്സിലാകുന്ന വിധം അവരെ ചലിപ്പിക്കുന്ന വിധമുള്ള ഒരു പുസ്തകമാണ്. അത് അതിമനോഹരമായ ചിത്രങ്ങളുമുണ്ട്. അപ്പോൾ അടിത്തിറക്കുന്നതിന് മുൻപ് സാർ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി കാണിച്ചു തന്നു. അത് ഈ മാസം അവസാനമെങ്കിലും അത് പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വരുമ്പോഴേ തീർച്ചയായും ഞാൻ പറഞ്ഞത് ബൈബിൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അത് സാറിൻ്റെ ആ ഒരു ഉദ്യമം എനിക്ക് വളരെ പ്രചോദനകരമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളതും ഞാൻ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മളിന്ന് ശാസ്ത്രവും മതവും എന്നുള്ള പൊതു വിഷയമാണെങ്കിലും അത് വളരെ വിപുലമായ ഒരു മേഖലയായതുകൊണ്ട് വളരെ അവ്യക്തമായി പോകാനിടയുള്ള പല പ്രസ്താവനകളും നമ്മൾ നടത്തിയേക്കാം. അതുകൊണ്ട് ഒരു ആളിനെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ പ്രൊഫസറായിരുന്ന ജോൺ ഹോക്കിൻഗ്ടൺ, അദ്ദേഹം വളരെ പ്രസിദ്ധമായ ചില കണ്ടുപിടുത്തങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നയാളാണ്. വളരെ റെപ്യൂട്ടേഷനുള്ള ഒരു മാത്തമാറ്റീഷ്യനും ഫിസിസിസ്റ്റുമാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജിലെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് ക്രിസ്തീയ വേദശാസ്ത്രത്തിൽ താല്പര്യം തോന്നുകയും അതിനിടയ്ക്ക് തിയോളജി പഠിച്ച് കേംബ്രിഡ്ജിൽ തന്നെ ഡിഗ്രി എടുക്കുകയും ആംഗ്ലിക്കൻ സഭയിലെ ഒരു വൈദികനായി തീരുകയും ചെയ്തു. അങ്ങനെ റോയൽ സൊസൈറ്റിയിലെ ഏക വൈദികനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അതിനു മുൻപും അങ്ങനെ ഉണ്ടായതായിട്ട് അറിവില്ല. വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചില പുതിയ സെൻസിറ്റിവിറ്റി കാണാനായിട്ട് എനിക്ക് സാധിച്ചു. സാധാരണഗതിയിൽ ഇംഗ്ലീഷുകാരായ ചിന്തകർ എഴുതുമ്പോൾ പ്രത്യക്ഷപ്പെടാത്ത ചില സെൻസിറ്റിവിറ്റീസ്, ഉദാഹരണമായിട്ട് മറ്റ് മതങ്ങളെക്കുറിച്ച്, പാശ്ചാത്യ മതത്തിനപ്പുറമുള്ള മറ്റ് മതപാരമ്പര്യങ്ങളെക്കുറിച്ചും അവയുടെ സംഭാവനകളെക്കുറിച്ചും എളിയ തോതിലെങ്കിലും അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ പാരമ്പര്യത്തിൽ തന്നെ പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. നേരത്തെ പാശ്ചാത്യർ അവരുടേതായ ലോകത്തിൽ ഇത് പൂർണ്ണമായും പര്യാപ്തമാണ് എന്നുള്ള നിലയിൽ ആണ് എഴുതുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു വ്യത്യാസം കൂടെ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കാരണമാണ്. ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ, ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിൽ വളരെ സജീവമായ ഒരു പ്രമേയമാണ് ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധം. ബന്ധമെന്ന് പറയുന്നത് ശരിയല്ല, ശാസ്ത്രവും മതവും തമ്മിലുള്ള തർക്ക വിതർക്കങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം എപ്പോഴും വളരെ വളരെ സങ്കീർണമായ വാദപ്രതിവാദങ്ങളും വൈരുദ്ധ്യങ്ങളും സംഘടനകളും ഒക്കെ നിറഞ്ഞ ഒരു മേഖലയാണ്. നേരത്തെ നമ്മൾ ഇവിടെ നടത്തിയ ചില പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് പാശ്ചാത്യരുടെ മാത്രം ഒരു പ്രശ്നമാണ്. ഇന്ത്യയിലാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കുകയില്ലായിരുന്നു. ഉദാഹരണമായിട്ട് ഈ ക്രിയേഷൻ തിയോളജിയും ഡാർവിൻ്റെ
എവല്യൂഷൻ പരിണാമ സിദ്ധാന്തവും തമ്മിൽ ഇപ്പോഴും അമേരിക്കയിലും മറ്റും വളരെ ശക്തമായ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള എൻ്റെ ഒരു വലിയ നിരീക്ഷണം ഞാനിവിടെ നേരത്തെ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാശ്ചാത്യരുടെ ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഗലീലിയോവിനോട് കൂടിയാണ് എന്ന് നമുക്ക് ഏകദേശം വ്യക്തമായിട്ട് പറയാം. ഗലീലിയോ ജീവിക്കുന്നതിന് ഏതാണ്ട് 100 വർഷം മുൻപ് ജീവിച്ച കോപ്പർനിക്കസിന്റെ ചില അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ കത്തോലിക്ക സഭയ്ക്കും പാശ്ചാത്യ ചിന്തയ്ക്കും അപ്രിയമായി തീർന്ന സത്യങ്ങൾ. ഉദാഹരണമായിട്ട് ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്, സൂര്യൻ ഭൂമിയെ അല്ല എന്ന് കോപ്പർനിക്കസ് പറഞ്ഞതാണ് അപ്രിയ സത്യം ഞാൻ സൂചിപ്പിച്ചത്. ഇത് കോപ്പർനിക്കസ് വലിയ പരീക്ഷണങ്ങളൊന്നും നടത്തി കാണിക്കാതെ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രശ്നമുണ്ടായില്ല. എന്നാൽ ഗലീലിയോയുടെ സമയം വന്നപ്പോഴത്തേക്ക് ഏറ്റവും പ്രിമിറ്റീവായിട്ട് ടെലസ്കോപ്പാണ്. എങ്കിലും ടെലസ്കോപ്പ് ഉപയോഗിച്ച് പരീക്ഷണവും നിരീക്ഷണവും നടത്തി അദ്ദേഹം പറഞ്ഞു കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗലീലിയോവിന് വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്. വീട്ടടങ്കലിലായി അദ്ദേഹത്തിന്റെ ചിന്തകൾ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് പരസ്യമായിട്ട് കുമ്പസാരിക്കുവാൻ നിർബന്ധിതനായി. അങ്ങനെ വളരെയധികം പീഡനങ്ങൾ ക്രിസ്തീയ സഭയിലും തന്നെ അതിന്റെ മേലധ്യക്ഷന്മാരിൽ തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ഈ അടുത്ത കാലത്താണ് മാർപ്പാപ്പ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ഗലീലിയോവിനെ മോചിപ്പിച്ചതെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു ചർച്ച, ഗലീലിയോവിന്റെ കാലം മുതലുള്ള ഈ ചർച്ച യൂറോപ്യൻ ചിന്തയുടെ പരിമിതികളിലേക്കും പിൽക്കാല പരിണാമത്തിലേക്കും വെളിച്ചം വീശുന്ന ഒരു ഡിബേറ്റാണ്. ഇത് പഴയ മതവിശ്വാസത്തിന്റെ മുതൽപ്പിടിക്കാരും പുതിയ ശാസ്ത്രത്തിന്റെ ദീപവാഹകരും തമ്മിലുള്ള ഒരു സംഘർഷം അവിടെ ആരംഭിക്കുകയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. പക്ഷെ ഇത് രണ്ടും സംഭവിച്ചത് ഒരേ സംസ്കാരത്തിന്റെ ഉള്ളിലാണ്. സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം വരുന്നത് ഒരേ സംസ്കാരത്തിന്റെ ഉള്ളിൽ, ഒരേ മതത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. ഈ കോപ്പർനിക്കസ് സന്യാസിയായിരുന്നു. ഗലീലിയോവും പിന്നെ വന്ന മിക്ക പ്രബുദ്ധരായ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കത്തോലിക്ക മതവിശ്വാസത്തിൽ ജനിച്ച് വളർന്നവരാണ്. ഒരേ മതത്തിൽ ഒരേ സംസ്കാരത്തിനുള്ളിൽ ഉണ്ടായ സംഘർഷങ്ങളാണ് ഇത് എന്നുള്ളതാണ് വാസ്തവം. പിൽക്കാലത്ത് കൊളോണിയൽ പ്രസ്ഥാനം മൂലവും പാശ്ചാത്യ വിദ്യാഭ്യാസം ലോകമാസകലം സ്വീകരിച്ചത് മൂലവും നമ്മളൊക്കെ ആ തർക്കത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഈ ശാസ്ത്രവും മതവും തമ്മിൽ ഉള്ള ഈ തർക്കത്തിന് ഒത്തിരിയേറെ മുഖങ്ങളുണ്ടെങ്കിലും ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ജോൺ പോക്കിംഗ്ഹോൺ, POLKINGHORNE എന്നാണ് ആ വാക്ക്, ജോൺ പോക്കിംഗ്ഹോൺ. അദ്ദേഹത്തിന്റെ ചിന്തകളെ സമറൈസ് ചെയ്ത് ആദ്യം അവതരിപ്പിക്കുക, ചർച്ചയ്ക്ക് വേണ്ടി അത് ഇവിടെ ആവിഷ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേംബ്രിഡ്ജിലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഇപ്പോഴും വളരെ നല്ല കൃതികളൊക്കെ രചിക്കുന്നയാളാണ്. റോയൽ സൊസൈറ്റിയുടെ അംഗമാണ്. അങ്ങനെ അദ്ദേഹം ഈ ജൂലൈ മാസത്തിൽ ഒരു കോൺഫറൻസ് കേംബ്രിഡ്ജിൽ നടത്തുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തെ പോലെ പ്രശസ്തരായ കുറെ വ്യക്തികളും ചേർന്ന് നടത്തുന്നതായതുകൊണ്ട് ഞാനതിന് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഭാഗ്യമുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കാൻ സാധിക്കും. നേരിട്ട് അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാനൊരു 11 പോയിന്റ് ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ 11 പോയിന്റ് എന്ന് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ പലപ്പോഴും പ്രസംഗകരെ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. ഈ പറയുന്ന പോയിന്റ്സുകൾ തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധവും കാണുകയില്ല. പക്ഷെ ബന്ധം വരുന്നത് എവിടെയാ? ഈ അക്കത്തിന്റെ സീക്വൻസിൽ ഒരു ബന്ധമുണ്ട്. 1, 2, 3, 4 എന്ന് പറയുമ്പോൾ അതിന് ഒരു ബന്ധമുണ്ട്. അതാണ് പലപ്പോഴും അതൊരു റെട്ടോറിക്കൽ ചീറ്റിംഗ് ആണ് എന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്.
പക്ഷെ ഒരു സൗകര്യമുണ്ട്. കേട്ടിരിക്കുന്ന ആളുകൾ ആദ്യം പറഞ്ഞ പോയിന്റ് അവർക്ക് വളരെ വിരസമായിട്ട് തോന്നുകയോ മനസ്സിലാകാതിരിക്കുകയോ ചെയ്താൽ പ്രതീക്ഷയുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഒരുപക്ഷെ രസകരമായിരിക്കും എന്ന് തോന്നിയേക്കാം. രണ്ടാമത്തേത് കുഴപ്പമാണെങ്കിൽ മൂന്നാമത്തിലേക്ക് പോകാം. അങ്ങനെ അതുകൊണ്ട് സാധാരണ ഈ സ്പീക്കേഴ്സ് എപ്പോഴും എനിക്ക് 3 പോയിന്റ് പറയാനുണ്ട് അല്ലെങ്കിൽ 5 പോയിന്റ് പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ 11 തൊട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നു. ഇപ്പോഴത്തെ സ്ട്രിംഗ് തിയറിക്കാരൊക്കെ പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യത്തിന്, പ്രപഞ്ച യാഥാർത്ഥ്യത്തിന് 11 ഡയമെൻഷൻസ് വരെ ഉണ്ട്, 11 വരെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് 3 ഡയമെൻഷൻ കൂടി വന്നാൽ 4 സങ്കല്പിക്കാനായിട്ട് അറിയാൻ സാധിക്കും. പക്ഷെ അതിനപ്പുറത്ത് ഡയമെൻഷൻസ് വന്നാൽ എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 1 ഡയമെൻഷനെ കുറിച്ചും പറയും. എങ്ങനെയാ 1 ഡയമെൻഷനുള്ള സംഗതികൾ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. അപ്പൊ ഈ ഒന്നാമതായിട്ട് ഈ അദ്ദേഹം പറയുന്നത് ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് ആളുകൾ പൊതുവെ ധരിക്കുന്നത് ശാസ്ത്രം പറയുന്നതൊക്കെ വസ്തുതകളാണ്, ഫാക്ട്സ് ആണ്. മതം പറയുന്നത് അഭിപ്രായങ്ങളാണ്, ഒപ്പീനിയൻസ് ആണ് എന്നാണ്. അപ്പൊ ഈ ഫാക്ട്സും ഒപ്പീനിയൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു വൈരുദ്ധ്യം ആണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം നല്ല ശാസ്ത്രജ്ഞനായതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ശാസ്ത്രത്തിൽ അങ്ങനെ ഫാക്ട് എന്ന് പറയുന്ന ശുദ്ധമായ ഒരവസ്ഥയില്ല. എവറി ഫാക്ട് ഈസ് ബീങ് ഇന്റർപ്രറ്റഡ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇന്റർപ്രറ്റഡ്, വ്യാഖ്യാനം ചെയ്യപ്പെട്ട വസ്തുതയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഉദാഹരണം എന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്നൊരു ഉദാഹരണം തോന്നി. ശാസ്ത്രത്തിൽ നമ്മളെല്ലാം അളന്നും കുറിച്ചും സംഖ്യകളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇപ്പോ ഒരു വാച്ചിലോ ക്ലോക്കിലോ 12 എന്ന അക്കത്തിന്മേൽ മണിക്കൂറിന്റെയും മിനിറ്റിന്റെയും സെക്കൻഡിന്റെയും സൂചി ഒരുമിച്ച് വന്നാൽ നമ്മളെല്ലാവരും സമ്മതിക്കും 12 മണിയായി എന്ന് പറയും. അതിൽ ഫാക്റ്റ് ആണെന്ന് വേണമെങ്കിൽ എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് വസ്തുനിഷ്ഠമായ സംഗതിയാണ്, നമുക്ക് കാണാം. 12 മണി എന്ന് പറയും. പക്ഷേ ഈ 12 മണി എന്ന് പറയുന്നതിന് ഉച്ചയാണോ, പകൽ 12 മണിയാണോ, അതോ രാത്രി ആണോ, പാതിരാത്രിയാണോ എന്നുള്ളതിന് വ്യാഖ്യാനം വേണ്ടി വരും. ഇപ്പോ രാത്രിയിൽ പോലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഇരുട്ടറയ്ക്കുള്ളിൽ തടങ്കലിലാക്കപ്പെട്ട ഒരാൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്കിൽ 12 മണി കണ്ടതുകൊണ്ട് അയാൾക്കൊന്നും മനസ്സിലാകുകയില്ല. ആരെങ്കിലും പറയേണ്ടി വരും ഇത് പകൽ 12 മണിയാണ് അല്ലെങ്കിൽ രാത്രി 12 മണിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഫാക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്, വസ്തുനിഷ്ഠമായ ഫാക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞ സംഗതി വ്യാഖ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ സയൻസിലെ തിയറിയും പ്രാക്ടീസുമാണ്, തിയറിയും പ്രാക്ടിക്കലുമാണ്. ഈ തിയറി നൽകുന്ന ചില സംഗതികൾ പ്രാക്ടീസിനെ ബാധിക്കും. പ്രാക്ടീസിലൂടെ തിയറിയെ നമ്മളെ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ തിയറിയും പ്രാക്ടീസും തമ്മിൽ ഒരു സർക്കുലർ റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള ഒരു ബന്ധം, ഒരു ചാക്രിക ബന്ധം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അതെല്ലാ സയൻസിലും നമുക്കറിയാവുന്ന കാര്യമാണ്. തിയറി മാറി മാറി വരും, അതിന്റെ ഫലമായിട്ട് പ്രാക്ടിക്കലും മാറും. പ്രാക്ടിക്കലായിട്ടുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലും വ്യത്യാസം വരും. അങ്ങനെയാണ് സയൻസ് പുരോഗമിക്കുന്നത്. അപ്പൊ ഇത് ശരിയായ ശാസ്ത്രത്തിന്റെ സ്വഭാവമാണ്. ഈ പുരോഗതി കൈവരിക്കുന്നത് ഈ പരസ്പരമുള്ള തിരുത്തലിലൂടെ, പുതിയ ഒരു തലത്തിലേക്ക് കടക്കുന്നതിലൂടെ ആണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ മതത്തിലും സത്യത്തിനു വേണ്ടിയുള്ള നിരന്തരമായ ഒരു അന്വേഷണം ഉണ്ട് എന്ന് പോപ്പും പറയുന്നു. കാരണം ഈ മതാനുഭവത്തിന് എന്തെങ്കിലും സത്യമുള്ളത് കൊണ്ടാണ് അത് അനേകം പേർക്ക് അവരുടെ വളരെ ദുർഘടമായ ജീവിത സന്ദർഭങ്ങളിലും മരണത്തിന്റെ നിമിഷത്തിലുമൊക്കെ വലിയ ഒരു ശക്തി ദുർഗമായിട്ട് മതവിശ്വാസം നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മാത്രവുമല്ല, നിരന്തരമായ ഒരു അന്വേഷണം മതത്തിന് ഉള്ളിലുണ്ട്. ഇന്ത്യയിലെ പാരമ്പര്യത്തിലുള്ള പ്രാർത്ഥന തന്നെ അസതോമ സദ്ഗമയ, സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമെന്നുള്ളത് അത് വളരെ ആഴമായ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. അപ്പോ സത്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, അതിനുവേണ്ടിയുള്ളതായ കഷ്ടതകൾ സഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, പ്രയാണം, ഇതെല്ലാം തന്നെ
മതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പം സത്യാന്വേഷണം മതത്തിലും ശാസ്ത്രത്തിലുമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. രണ്ടാമത്, ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ ആധുനിക ശാസ്ത്രം നേടിയ വിജയം അതുല്യമായ ഒന്നാണ്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിജയം മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ ഒരു സംസ്കാരത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കിപ്പോൾ അറിയാവുന്ന ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമ്മുടെ ലോകത്തിന് നൽകിയതായ നേട്ടങ്ങൾ, വരുത്തിയ മാറ്റങ്ങൾ, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇതൊരു ബ്രില്യൻ ഫിനോമിനനാണ്. അതിനെ മുൻ ചരിത്രത്തിൽ ഇതിന് സമാനമായിട്ട് ഒന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ശാസ്ത്രം തന്നെ പറയുന്നത് അതിൻ്റെ ലക്ഷ്യം വ്യക്തമായിട്ട് സയൻസ് നിർവചിക്കും. ഒരു ഡിഫൈൻഡ് ഗോളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അന്വേഷണ മണ്ഡലത്തെ ബോധപൂർവം ചുരുക്കുന്നു. അതെല്ലായിടത്തും പോയി എല്ലാം ചെയ്യുന്നില്ല. ഇത് ഒരു പ്രത്യേക മേഖലയിൽ നമ്മൾ അത് ഏത് ഹ്യൂമാനിറ്റീസിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഒക്കെ തീസിസ് എഴുതുന്ന ആളുകളോട് അവരുടെ ഗൈഡ്സ് പറയും ഇത് വളരെ വിപുലമായ ഏരിയയാണ്, ഇങ്ങനെ വെച്ചുകൊണ്ട് ഡോക്ടർ തീസിസ് എഴുതാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ചുരുക്കി നിങ്ങളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറയും. അത് അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ വീക്ഷണമാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ ഊന്നി അതിൻ്റെ മൊത്തം അതിനെ പരിമിതപ്പെടുത്തിക്കൊണ്ടു മാത്രമേ സൂക്ഷ്മമായിട്ടും വിശദമായിട്ടും അതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം നിർവചിതമായ ലക്ഷ്യം, പരിമിതമായ അന്വേഷണ മണ്ഡലം, ഇത് അതിൻ്റെ മെത്തഡോളജിയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു സംഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ലോകത്തിൽ എന്നുള്ളതാണ് സയൻസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. വേറെ ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ മൂല്യം എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഒരിക്കലും നല്ല ഒരു ശാസ്ത്രം കടക്കുന്നില്ല. ശുദ്ധമായ ശാസ്ത്രം ഈ ചോദ്യങ്ങളെ ധാർമ്മികമായ, നൈതികമായ, ആധ്യാത്മികമായ ചോദ്യങ്ങളൊക്കെ വന്നാലും അതിനെ മാറ്റിവെച്ചിട്ട് വസ്തുനിഷ്ഠമായ, കൂലങ്കഷമായ പര്യവേഷണത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിന്റെ ഫലമായിട്ട് ഒരു ശാസ്ത്രജ്ഞന് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞയ്ക്ക് കിട്ടുന്നതായ അറിവ് അത് എവിടെയും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ റിപ്പീറ്റബിലിറ്റി, ആവർത്തനീയത എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അത് CMS കോളേജിൽ ചെയ്താലും, ന്യൂയോർക്കിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്താലും, ചൈനയിൽ ആ പ്രത്യേക ലബോറട്ടറി കണ്ടീഷൻസിൽ ചെയ്താൽ ഇവിടെ ചെയ്ത അതേ ഉത്തരം തന്നെ അവിടെയും കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരു സാർവലൗകികതയുണ്ട്. അതിനെ ആർക്കും എപ്പോൾ വേണമെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനെ ആവർത്തിക്കാവുന്നതാണ്. ഇതും ശാസ്ത്രത്തിൻ്റെ വലിയ ഒരു നേട്ടവും സ്വഭാവവുമാണ്, ഈ ആവർത്തനീയതയും സാർവത്രികമായ സമ്മതിയും. എന്നാൽ ഇത് മതത്തിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാകുന്നില്ല. കാരണം നമുക്ക് മതത്തിൻ്റെ മാത്രമല്ല, സയൻസ് ഒഴിച്ച് ബാക്കി ഒരു മണ്ഡലത്തിലും നമുക്ക് ലഭിച്ച അനുഭവത്തെ അതുപോലെ ആവർത്തിക്കാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പം മനോഹരമായ ഒരു ഗീതം ഞാനിപ്പോൾ കേൾക്കുന്നു. അതൊരു ഫിലിം സോങ് ആവട്ടെ, അല്ലെങ്കിൽ കർണാടക സംഗീതത്തിൽ നിന്നുള്ള ഒരു പീസ് ആവട്ടെ, ഞാൻ അത് കേട്ട് ആനന്ദ വിവശനാകുന്നു. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതുപോലെയുള്ള വികാര വിവശത ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം എൻ്റെ സാഹചര്യങ്ങൾ പലതും മാറിപ്പോയി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് 2 സന്ദർഭങ്ങളിൽ ഒരുപോലെയല്ല അതിന് എൻ്റെ മേലുള്ള അതിൻ്റെ സ്വാധീനം. അതേസമയം ശാസ്ത്രത്തിന് അങ്ങനെയല്ല. ശാസ്ത്രജ്ഞൻ്റെ സ്വഭാവം എന്തായിരുന്നാലും, മൂഡ് എന്തായിരുന്നാലും, അയാൾ കണ്ടെത്തുന്നതായ ശാസ്ത്രീയ സത്യം എല്ലായിടത്തും ഒരുപോലെ റിപ്പീറ്റബിൾ ആണ്, ഒരുപോലെ വാലിഡ് ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു സ്വഭാവമായിട്ട് പറയുന്നത്, ഒരു ശാസ്ത്രീയ സിദ്ധാന്തം വിജയകരമാണെന്ന് പറയുമ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട്. എ സക്സസ്ഫുൾ സയന്റിഫിക് തിയറി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി അത് പെട്ടെന്ന് ഉള്ള ഒരു ഫലത്തേക്കാൾ ദീർഘകാലത്തേക്ക് ഫലപ്രദമായിരിക്കണം. തുടക്കത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിഭാസത്തെ വിശദമാക്കാൻ വേണ്ടിയുള്ള
ഒരു സിദ്ധാന്തമായിരിക്കാം അത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശദമാകപ്പെടണം, അനുരണനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ ഉദാഹരണം അദ്ദേഹം പറയുന്നത്, നമുക്കിപ്പോൾ അറിയാം, പ്രകാശം കണികകളായിട്ടും തരംഗങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പാർട്ടിക്കിൾസ് ആയിട്ടും വേവ്സ് ആയിട്ടും. ഇത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പ്രകാശത്തിനെങ്ങനെ പാർട്ടിക്കിളായിട്ടും വേവായിട്ടും ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ആരും ഒരിക്കലും സമ്മതിക്കുകയില്ലായിരുന്നു. 20ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തിയ വലിയ ഒരു സംഗതിയാണ് ഈ പ്രകാശത്തിൻ്റെ ഈ പ്രത്യേക സ്വഭാവം, പാർട്ടിക്കിളായിട്ടും വേവായിട്ടും അതിനെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത. അതിൽ നിന്നാണ് പിന്നെ ക്വാണ്ടം തിയറിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഗതി കണ്ടെത്തിയതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടായി. അതുകൊണ്ട് അതൊരു സക്സസ്ഫുൾ തിയറിയാണ്, വിജയകരമായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് എന്ന് പറയും. മൂന്നാമതായിട്ട് ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്ന ആശയം. പുരോഗതി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന ഒരു പദം. അത് സാമ്പത്തിക ശാസ്ത്രത്തിലാണെങ്കിലും ആധ്യാത്മികതയിലാണെങ്കിലും ഒക്കെ പുരോഗതി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി മൂലം സത്യം കണ്ടെത്താം എന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. പക്ഷെ നല്ല ശാസ്ത്രത്തിന് അങ്ങനെ ഒരു വലിയ ഉറപ്പുള്ള ധാരണയില്ല. ഈ പുരോഗതി മൂലം സത്യം കണ്ടെത്താം എന്നുള്ളത്. ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തിൻ്റെ ചില ഭൂപടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വാസ്തവമാണ്. മാപ്പ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒരു ഭൂപടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യയിലെ റെയിൽവേയുടെ ഭൂപടം, ഇന്ത്യയിലെ റെയിൽവേ നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. മറ്റൊന്നും അവിടെ അധികം നമ്മൾ കാണുന്നില്ല. ഇന്ത്യയുടെ ഔട്ട്ലൈൻ, അതിൻ്റെ അകത്ത് റെയിൽവേയുടെ നെറ്റ്വർക്കുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ വഴികൾ കാണിക്കുന്ന റൂട്ട് മാപ്സ്, റോഡുകൾ കാണിക്കുന്ന മാപ്പുണ്ട്. അപ്പം ഇതൊക്കെ പ്രത്യേക തരത്തിലുള്ള മാപ്പുകൾ എന്ന് പറഞ്ഞതുപോലെ ശാസ്ത്രവും നമുക്ക് തരുന്ന ഒരു ലോക ചിത്രം ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ചില പ്രത്യേക കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഒരു മാപ്പിൻ്റെ അകത്ത് ആ പ്രദേശത്തെ സസ്യലതാദികളും ജീവജാലങ്ങളും മനുഷ്യന്റെ സംസ്കാരവും അതിൻ്റെ സങ്കീർണതയും അവിടുത്തെ ഭാഷകളും ഇതെല്ലാം കൂടെ ഒരു മാപ്പിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. മാപ്പിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചാൽ, അതിൻ്റെ സ്കെയിൽ വർദ്ധിപ്പിച്ചാൽ കുറേയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്നതല്ലാതെ ഓരോ മാപ്പും പരിമിതമായ മാപ്പാണ്. അപ്പം ഈ ശാസ്ത്രം കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മുഖങ്ങൾ മാത്രമേ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ. അല്ലാതെ സർവ്വം സ്പർശിയായ ഒരു ഭൂപടം സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ ശാസ്ത്രീയ ഭൂപടത്തിൽ ഐസക് ന്യൂട്ടന്റെ സമയത്ത് നമുക്ക് നൽകിയതായ ഒരു ഭൗതിക ലോകത്തിന്റെ ചിത്രമുണ്ട്. ആ ചിത്രം 20ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് മാറിപ്പോയി. 20ാം നൂറ്റാണ്ടിലെ ഒരുപക്ഷെ 18ാം നൂറ്റാണ്ടിൽ ഐസക് ന്യൂട്ടൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സാധാരണ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ഫിസിക്സ് അധ്യാപകരെ അറിയാം. അതിനുശേഷം ഇപ്പോൾ 21ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മുടെ ഭൗതിക ലോകത്തെക്കുറിച്ചും മാറ്ററിനെ കുറിച്ചും എനർജിയെക്കുറിച്ചുമുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത് വീണ്ടും വളരെ വളരെ വിപുലവും സങ്കീർണവുമാണ്. അപ്പോൾ കാലം കടന്നു പോയപ്പോഴും ശാസ്ത്രത്തിന് രേഖീയമായ ഒരു പുരോഗതി ഉണ്ടായി. ശാസ്ത്രത്തിന് ലഭിച്ച അറിവുകൾ സഞ്ചിതമായി തീർന്നു, കലക്റ്റഡായി തീർന്നു. നമുക്കൊരു കലക്റ്റീവ് നോളജ് ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ന്യൂട്ടന്റെ ഭൂപടം കീഴ്ക്കളയുന്നില്ല. കാരണം ഐസക് ന്യൂട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോഴും വാസ്തവം, അദ്ദേഹത്തിന്റെ നിയമങ്ങൾ പ്രസക്തമാണ്. പക്ഷേ സ്പേസിലെ ഒരു തലത്തിനപ്പുറത്തേക്കും മാറ്റത്തിനുള്ളിൽ ഒരു തലത്തിന് അടിയിലേക്കും അത് പ്രസക്തമല്ല. ക്വാണ്ടം തലത്തില് അദ്ദേഹത്തിന്റെ നിയമങ്ങളൊന്നും പ്രസക്തമല്ല. ഔട്ടർ സ്പേസില് അദ്ദേഹത്തിന്റെ നിയമങ്ങൾ പ്രസക്തമല്ല. പക്ഷേ നമ്മുടെ സാധാരണ ലോകത്തിൽ പ്രസക്തമായതുകൊണ്ട് ആ മാപ്പ് നമ്മൾ സൂക്ഷിക്കുന്നു. പക്ഷേ അത് പൂർണ്ണമായ മാപ്പല്ല എന്നുള്ളതാണ്. ഈ ഒരു ചിത്രം അദ്ദേഹം എടുക്കുന്നതിന്റെ കാരണം ഇപ്പോൾ പറയുന്ന വലിയ കാര്യങ്ങളും ഇതുപോലെയുള്ള പുതിയ മാപ്പുകളാണ്. ലിമിറ്റഡ് മാപ്സ് ആണ്, depicting only one dimension of reality. It is not a comprehensive map of reality. മൂന്നാമതായിട്ട് ഈ സയന്റിഫിക് റിയലിസം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്.
ഫിലോസഫി ഓഫ് സയൻസിൽ എപ്പോഴും എടുക്കുന്ന ഒരു സംഗതിയാണ് സയന്റിഫിക് റിയലിസം. ഈ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ഗ്രന്ഥകർത്താവ് പോക്കിംഗ്ഹോൺ സയന്റിഫിക് റിയലിസത്തിൽ വിശ്വസിക്കുന്നയാളാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഈ എംപിരിസിസ്റ്റ് ട്രഡീഷനിൽപ്പെട്ടയാളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ ശാസ്ത്രം യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ വാസ്തവം അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ് അദ്ദേഹം വിശ്വാസം. ഇത് സയന്റിഫിക് റിയലിസം, സയന്റിഫിക് ആൻറ്റി റിയലിസ്റ്റുകളുണ്ട്, അവരിത് വിശ്വസിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങളൊരു പർട്ടിക്കുലർ വേ ഓഫ് കാൽക്കുലേഷൻ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻസ്ട്രുമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്. ഇറ്റ് ഡസ് നോട്ട് റിയലി പോർട്രേ ദ റിയാലിറ്റി which you want to bring out. അപ്പോൾ ഈ ഫിലോസഫിയിലെ ഒരു കറസ്പോണ്ടൻസ് തിയറിയുണ്ട്. ഈ കറസ്പോണ്ടൻസ് തിയറി ഞാനിപ്പോൾ ഈ കസേരയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവും ഞാൻ പറയുന്ന വാക്കും ഒരുമിച്ച് വരുമ്പോൾ കസേരയായി. ആ കസേരയുടെ യാഥാർത്ഥ്യം അങ്ങനെയാണ്. അത് 13-ാം നൂറ്റാണ്ടിൽ തോമസ് അക്വിനാസിനെ പോലുള്ള വലിയ പണ്ഡിതന്മാരായ തിയോളജിയൻസിന്റെ സിദ്ധാന്തമാണ്. ഇപ്പോഴും ഒരളവിൽ അത് തുടർന്നുണ്ട്. ആഡിക്വാസിയോ ഇന്റലക്ടുസ് എറ്റ് റേ എന്ന് ലത്തീൻ ഭാഷയിൽ പറയും. ആഡിക്വേഷൻ ഓഫ് മൈൻഡ് ആൻഡ് തിങ്. നമ്മൾ സാഹിത്യത്തിൽ പറയുന്നത് ശബ്ദവും അർത്ഥവും സമ്മേളിക്കുമ്പോഴാണ് ഭാഷ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സാഹിത്യം ഉണ്ടാകുന്നത് പറയുന്നത്. അതുപോലെയുള്ള ഒരു കറസ്പോണ്ടൻസ് തിയറിയുണ്ട്. അതാണ് ഇവിടെയും കാണുന്നത്. ഈ ഇപ്പം അണുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതായ കാര്യങ്ങളുണ്ട്. ചില ഒരു ഭാഷ അത് ഉപയോഗിക്കുന്നില്ല, അത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ടായിരിക്കാം വരുന്നത്. അവർ പറയുന്ന സംഗതി വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് ഇലക്ട്രോൺ എന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം. ഇപ്പം ക്വാർക്സ് കണ്ടുപിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ച ആളാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നയാൾ. അദൃശ്യമായ സംഗതിയാണ്, ആരും കണ്ടിട്ടില്ല. ക്വാർക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ദ്രവ്യത്തിന്റെ മാറ്ററിന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള യൂണിറ്റ് ആണ് ക്വാർക്സ് എന്ന് പറയുന്നത്. പക്ഷേ അതാരും കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഫിസിക്സ് പറയുന്നതായ വിവരണങ്ങൾ വാസ്തവമാണ്. അതിന്റെ സ്വഭാവത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്നാണ് സങ്കല്പം. ഇത് പരോക്ഷമായ പാർശ്വഫലങ്ങളിലൂടെ അറിയുന്നത്. ഇപ്പോൾ മരത്തിന്റെ ഇല നമ്മൾ കാറ്റ് കാണുന്നില്ല, വളരെ ലളിതമായിട്ട് പറയാം, കാറ്റ് കാണുന്നില്ല. പക്ഷെ മരത്തിന്റെ ഇല ഇളകുമ്പോൾ ഏതോ ഒരു ശക്തി അതിനെ ഇളക്കുന്നുണ്ട്, അതാണ് കാറ്റെന്ന് പിന്നെ നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്ക് അദൃശ്യമായ പല യാഥാർത്ഥ്യങ്ങളുടെയും പ്രവർത്തനങ്ങൾ മൂലം അതിനോട് മറ്റ് യാഥാർത്ഥ്യങ്ങൾ പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള അനുമാനങ്ങളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കത് യോജിക്കാൻ സാധിക്കുന്ന ഒരു കാരണം, ഇപ്പോൾ ഈ നിഴൽ എന്ന് പറയുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫിനോമിനലാണ്. എൻ്റെ നിഴൽ ഇവിടെ വരുന്നു, എൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയുടെ നിഴലും വരുന്നു. ആ നിഴലും എൻ്റെ ജീവനുള്ള എൻ്റെ നിഴലും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണുകയില്ല. ആ നിഴലിൽ നിന്ന് എന്നെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം പ്രതിമയുടെ നിഴലും എൻ്റെ നിഴലും ഒരുപോലെ ഇരിക്കും. നിഴലുണ്ട്, എന്തോ ഒരു സംഗതിയുണ്ട്, അതൊരു ഷാഡോ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്ത് ആ നിഴലിനെ യാഥാർത്ഥ്യത്തെ വിവരിക്കാനായിട്ട് യാതൊരു സാധ്യതയും അതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മറ്റുദാഹരണങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ഒരു എളിയ വിശ്വാസം, ബോധ്യം ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറയാം, ഭാഷ പറയാം, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉണ്ടാക്കാം, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയാനായിട്ട് സാധിക്കാത്ത വിധം ഉള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഒന്നാണ് ഈ നിഴലിൻ്റെ ഒരു ഉദാഹരണം. അഞ്ചാമതായിട്ട് ഈ വസ്തുനിഷ്ഠമായ ഭൗതിക യാഥാർത്ഥ്യത്തെ പല തലങ്ങളിൽ വിശകലനം ചെയ്താണ് ശാസ്ത്രം അതിനെക്കുറിച്ച് ഒരു ധാരണയിൽ എത്തുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ നോട്ടത്തിൽ വളരെ ഇംപേഴ്സണലാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ചെയ്യുന്ന ആള് സ്ത്രീയാണോ പുരുഷനാണോ വെള്ളക്കാരനാണോ കറുത്ത വർഗക്കാരനാണോ ഇതൊന്നും അവിടെ പ്രശ്നമില്ല. വളരെ ഇംപേഴ്സണലായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്
ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശാസ്ത്രം നടത്തുന്നത്. അതിൻ്റെ വിജയത്തിന് എക്സ്പെരിമെൻ്റ് ആവശ്യമാണ്, പരീക്ഷണം ആവശ്യമാണ്. ഈ പരീക്ഷണം അരിസ്റ്റോട്ടലും മറ്റുമൊക്കെ വളരെ വളരെ പ്രഗത്ഭമായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ അന്നത്തെ കാലത്ത് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. ഇത് ആംചെയർ സയന്റിസ്റ്റ് എന്ന് പറയും. ഈ പരീക്ഷണം തുടങ്ങുന്നത് ഗലീലിയോവിൻ്റെ ആ സമയത്താണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പരീക്ഷണം തുടങ്ങുന്നത്. അതുകൊണ്ട് അവർക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. പ്രീ എക്സ്പെരിമെൻ്റൽ സ്റ്റേജ് ഓഫ് സയൻസും എക്സ്പെരിമെൻ്റൽ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം യാതൊരു സംശയവുമില്ല, എക്സ്പെരിമെൻ്റൽ സയൻസ് നമുക്ക് ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഇംപേഴ്സണൽ ഡയമെൻഷനാണ് കാണുന്നത്. പക്ഷേ മതത്തിലേക്ക് വരുമ്പോഴേ അത് വളരെ പേഴ്സണലാണ്. മതം മാത്രമല്ല, മുമ്പേ പറയുന്നതുപോലെ കലയോ സാഹിത്യമോ അത് മറ്റേത് മേഖലയാണെങ്കിലും വളരെ പേഴ്സണലായിട്ടുള്ള അനുഭവം എക്സ്പീരിയൻസിലേക്ക് വരുന്നു. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഇത്. എക്സ്പീരിയൻസ് ഇംഗ്ലീഷിൽ നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഇന്നലത്തെ ദറീദയുടെ ചർച്ചയിൽ ഹോസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുപോലെ ഫ്രഞ്ചുകാർക്ക് ഒരു വാക്കേ ഉള്ളൂ. എക്സ്പെരിമെൻറ്റിനും എക്സ്പീരിയൻസിനും മാത്രമേ അവർ പറയുള്ളൂ. നമ്മളത് തിരിച്ചറിഞ്ഞോണം. സന്ദർഭം അനുസരിച്ച് ഇത് സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആണെന്നും മറ്റത് റിലീജിയസ് എക്സ്പീരിയൻസ് ആണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞോണം. ദാറ്റ്സ് ഓൺലി വൺ വേർഡ്. കാരണം അതിൻ്റെ അടിസ്ഥാനം ഒന്നാണ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും എറ്റിമോളജിക്കൽ റൂട്ട് ഒന്നാണ്. അതിൻ്റെ യാഥാർത്ഥ്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ സയൻസിലെ വസ്തുനിഷ്ഠമായ ഇംപേഴ്സണലായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഇത് സത്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. മതത്തിലോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യന്റെ സൗന്ദര്യശാസ്ത്രപരമായ അനുഭവങ്ങളിലോ ഇത് വലിയ പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കണ്ട സിനിമ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളത് കണ്ടിട്ട് ഇത് കാശിന് കൊള്ളുകയില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു, എനിക്കത് ഒരു തരത്തിലും ഇറക്കാൻ സാധിക്കുന്നുമില്ല. ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം മതത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് തന്നെയാണ്. എത്ര മതങ്ങളുണ്ട് ഇപ്പോഴ്? ഒരു മതത്തിനുള്ളിൽ തന്നെ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയുണ്ടെന്ന് ആർക്കും കണക്കറിഞ്ഞുകൂടാ. ഞാൻ പലപ്പോഴും പ്രവർത്തിക്കുന്ന വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് തന്നെയാണ് 330 സഭകളുടെ ലിസ്റ്റുണ്ട്. പക്ഷേ എല്ലാം എടുത്തു കഴിഞ്ഞാൽ 10,000-കണക്കിന് സഭാ വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാരിസ്മാറ്റിക് ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോഴത്തേക്ക് everybody becomes a prophet and he gathers some people, it becomes a church. അപ്പം ഒരു തരത്തിലും ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഈ മതപരമായ സത്യത്തെ നിർവചിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി എങ്ങനെയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിന്റെ ഫലം എന്താണ് എന്ന് ചോദിക്കാം. ഇപ്പോൾ എൻ്റെ മതവിശ്വാസം മൂലം ഞാൻ കൂടുതൽ കരുണയുള്ളവരും സ്നേഹമുള്ളവരും സഹജീവികളോട് സഹതാപമുള്ളവരും ഒക്കെ ആകുന്നു. ഞാൻ അക്രമത്തിലേക്ക് പോകുന്നില്ല, നാശത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. നമ്മൾ പലപ്പോഴും അത് വെച്ചാണ് പലതിനെയും അളക്കുന്നത്. ക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. വൃക്ഷം മനോഹരമായിട്ട് തഴച്ച് വളരുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ ഫലം വരുമ്പോഴാണ് അത് മനുഷ്യൻ തിന്നാവുന്നതാണോ അതോ വിഷവൃക്ഷമാണോ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പം അതിൻ്റെ കോൺസിക്വൻസ്. പക്ഷേ സയൻസ് അങ്ങനെയല്ല. സയൻസിൽ ആ എക്സ്പെരിമെന്റിന് ഒരു വസ്തുനിഷ്ഠതയുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ പറയുന്ന പോലെ നോർമൽ സയൻസാണ്. നമ്മൾ തോമസ് കുഞ്ഞിന്റെ പാരഡൈം ഷിഫ്റ്റ് ഇവിടെ പഠിച്ച സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രയോഗം നോർമൽ സയൻസാണ്. അതായത് ഒരു പ്രത്യേക ഫ്രെയിം വർക്കിനകത്തുള്ള നോർമൽ സയൻസിന്റെ പരകോടിയിലേക്ക് ചെല്ലുമ്പോഴേ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും അവിടെയും വസ്തുനിഷ്ഠത എന്ന് പറയുന്ന അവിടെയും അത്രയൊന്നും കാണുകയില്ല. ആറാമതായിട്ട് ഈ ശാസ്ത്രത്തിന്റെ ഭാഷ വളരെ കൃത്യതയുള്ളതാണ്. കാരണം അത് ഗണിത ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഗണിതമില്ലാതെ ഒരു ശാസ്ത്രത്തിനും, അത് ബയോളജി ആണെങ്കിലും കൊള്ളാം, അതിപ്പോ പിന്നെ ശരിയായ ശാസ്ത്രമാണോ എന്ന് വളരെ കാലം സംശയിക്കപ്പെട്ടിരുന്ന സാമ്പത്തിക ശാസ്ത്രം, സോഷ്യോളജി, അതിൻ്റെ അകത്തൊക്കെ ഗണിതമായിട്ട് വരുന്നത്. അവരുടെ പുസ്തകങ്ങൾ എടുത്താൽ ഗണിതം അറിയാത്തവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും തന്നെ മനസ്സിലാകുകയില്ല. അപ്പോൾ ഈ ഗണിത ഭാഷയായതുകൊണ്ട് കൃത്യമായ ഭാഷയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരെ കെമിസ്ട്രിയെയും ഫിസിക്സിനെയും ഒക്കെ എക്സാക്ട് സയൻസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ നിരീക്ഷണങ്ങൾ, അനുമാനങ്ങൾ വളരെ കൃത്യമായിട്ട്
ഗണിത ഭാഷയിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊന്നും അത്രയും കൃത്യമല്ല. എന്നാൽ മതപരമായ അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കൃത്യത ഒന്നുമില്ല. അവിടെ കാവ്യഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഈ ഗദ്യം തന്നെ മതത്തിൽ ഉപയോഗിക്കുന്നില്ല. അത് എനിക്ക് വളരെ ബോധ്യമുള്ളൊരു സംഗതിയാണ്. എല്ലാ മതങ്ങളും കീർത്തനങ്ങളാണ് നിങ്ങളെ പ്രധാനമായിട്ടും ആളുകൾ ആശ്രയിക്കുന്നത്. ഗദ്യം എന്ന് പറയുന്നത് റിലീജിയസ് ലാംഗ്വേജ് അല്ല. കാരണം ഗദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികമായ റാഷണൽ ഫാക്കൽറ്റി ഇൻവോൾവ് ആകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ മറ്റത് വൈകാരികമായിട്ടുള്ള അനുഭവത്തിൻ്റെ ആവിഷ്കാരമാണ്. അത് ശ്ലോകമായിട്ട്, പദ്യമായിട്ട്, കീർത്തനമായിട്ട് ഒക്കെ. ഞാൻ വേദശാസ്ത്രം, ക്രിസ്തീയ വേദശാസ്ത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. പക്ഷേ എൻ്റെ പൂർണ്ണമായ ബോധ്യം ഞാൻ പറയുന്നത് ഒന്നും തന്നെ അർത്ഥപൂർണ്ണമല്ല. ഞാൻ പറയുന്ന പ്രോസാണ് പറയുന്നത്. ഞാൻ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് അവർക്ക് ഉദ്ധരണികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. ഈ പ്രോസ് ലാംഗ്വേജ് ഒന്നും ഒരിക്കലും ദൈവത്തെക്കുറിച്ചോ ആധ്യാത്മിക സത്യങ്ങളെക്കുറിച്ചോ പറയുവാൻ പര്യാപ്തമായ അല്ല. അതുകൊണ്ട് കലയിലുണ്ടത്, സംഗീതത്തിലുണ്ട്, സാഹിത്യത്തിലുണ്ട്. അതുകൊണ്ട് വളരെ വില കൊടുത്ത് സ്നേഹിതരായ പല കലാകാരന്മാരോടും ഒത്തിരിയേറെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ വാങ്ങിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു വലിയ വിലയുള്ള സംഗതികളാണ് ഒരു കാലത്തിന്. കാരണം അതിലൂടെയാണ് സത്യം ആവിഷ്കരിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഡയറക്റ്റ് റാഷണൽ പ്രൊസൈക് ലാംഗ്വേജിലൂടെ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം മതത്തിന് പ്രോസില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മതം എടുത്ത് നോക്കിയോ, മതത്തിൻ്റെ വേദങ്ങളെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഗീതമാണ്, ശ്ലോകമാണ്. വേദം ചൊല്ലുക നമ്മൾ ചെയ്യുന്നത്. സാധാരണ ക്രിസ്ത്യാനികളുടെ കുർബാന ചൊല്ലുക എന്നാണ് പറയുന്നത്. കുർബാന പറയുക എന്ന് പറയുകയില്ല. അതിനകത്ത് പ്രോസ് ഒത്തിരിയുണ്ട്. പക്ഷെ കുർബാന ചൊല്ലുക എന്നാണ് പറയുന്നത്. വേദം ചൊല്ലുക എന്നാണ് പറയുന്നത്. അത് ഖുർആനാണെങ്കിലും ഓതുകയാണ്. അതിൻ്റെ ആ വാക്കിൻ്റെ താളം മാത്രമല്ല, അതുകൊണ്ട് ശരീരത്തിന് ആ താളമുണ്ട്. അത് ചൊല്ലുമ്പോൾ ശരീരം കൂടെ ഒരു പ്രത്യേക താളക്രമത്തിൽ വിലയിപ്പിക്കുകയാണ്. അപ്പം ഈ തരംഗ സ്വഭാവവും ഈ കാവ്യ സ്വഭാവം ആണ് മതപരമായ ഭാഷയ്ക്കുള്ളത്. ശാസ്ത്രത്തിൻ്റെ ലാംഗ്വേജ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഭാഷയെ അല്ല, അത് ശുദ്ധമായ ഗണിതമാണ്. ആ ഗണിതത്തിൻ്റെ വളരെ അമൂർത്തമായ തലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഭാഷയുമില്ല. ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ അവിടെ പറഞ്ഞറിയിക്കാനായിട്ട് അവർക്ക് യാതൊരു സാധ്യതയും കാണുന്നില്ല. ഏഴാമതായിട്ട് നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അതെങ്ങനെയാണ് പരിണമിച്ചത്, ഈ കാണുന്ന വൈവിധ്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി എന്നുള്ള ഹൗ ക്വസ്റ്റ്യൻ, അത് പ്രധാനപ്പെട്ട ചോദ്യം, സയൻസിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമായി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ഇവയൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യം സയൻസ് ഒരിക്കലും ചോദിക്കുകയില്ല. അങ്ങനെ ചോദിച്ചു പോയാൽ അതിനുത്തരം പറയാനായിട്ട് ഒരു നല്ല സയൻറ്റിസ്റ്റും സാധിക്കുകയില്ല. പൂർണ്ണമായിട്ട് മൗനം അവലംബിക്കുക മാത്രമേ മാർഗമുള്ളൂ. അതേസമയം മതത്തോട് ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ അമ്മൂമ്മ കഥകളോട് കിട്ടും. നമുക്ക് അത് നല്ല അർത്ഥം ഞാൻ പറഞ്ഞ മിത്തോളജി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ മിത്തുകൾ കിട്ടും. നല്ല മനോഹരമായ കഥകളാണ്. അത് ബൈബിളിലെ പഴയ നിയമത്തിലെ കഥകളാണെങ്കിലും മറ്റ് മതഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളിലെ കഥകളാണെങ്കിലും മനോഹരമായ അർത്ഥപൂർണമായ പുരാതന കഥകളാണ്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്ന് മതവിശ്വാസിയോട് ചോദിച്ചാൽ അയാളുടെ ഭാവനാശേഷിയുള്ള ആളുകൾ കൂടുതൽ കഥകൾ ഉണ്ടാക്കി നമുക്ക് തരും. എന്തുകൊണ്ടുണ്ടായി എന്ന് നല്ല ശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ അയാൾ സാധാരണഗതിയിൽ ഇതെൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറുകയോ മൗനം അവലംബിക്കുകയോ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം മെത്തഡോളജിക്കലായിട്ട് ഈ രണ്ട് ചോദ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് സാധിക്കുക. സയൻസിന് അതിൻ്റെ മെത്തഡോളജിയുണ്ട്, മതത്തിന് അതിൻ്റെ മെത്തഡോളജിയുണ്ട്. ഈ മെത്തഡോളജിക്കൽ ക്വസ്റ്റ്യൻസ്, ഈ രീതിശാസ്ത്രപരമായ ചോദ്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി. കാരണം ഈ കാണുന്ന ഭൗതിക ലോകത്തിൻ്റെ സ്വഭാവത്തെ വിവരിക്കാനുള്ള സന്നാഹങ്ങൾ മാത്രമേ ശാസ്ത്രത്തിനുള്ളൂ. ആ സന്നാഹങ്ങൾ മതത്തിനില്ല. അതിന് വ്യത്യസ്തമായ ചില സന്നാഹങ്ങളാണ് ഉള്ളത്.
അപ്പോൾ നിങ്ങൾ ചായ കാരണം ചോദിച്ചാൽ നിങ്ങൾ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വയ്ക്കുന്നു, വെള്ളം വെട്ടിത്തിളയ്ക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. വെള്ളം തീ കത്തിച്ചത് കൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നത് സാധാരണ ഭാഷയിൽ പറയാം. കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറയാം, താപോർജ്ജം വെള്ളത്തിൻ്റെ തന്മാത്രകളെ ചൊടിപ്പിക്കുന്നത് കൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നത്. അല്പം കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറയാം. പക്ഷെ വേറൊരാൾ പറയുന്നു ചായക്ക് വേണ്ട വെള്ളം തിളയ്ക്കുന്നതിന്റെ കാരണം ഞാൻ ചായ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇത് രണ്ടും ശരിയല്ല, രണ്ടും ശരിയായ ഉത്തരങ്ങളാണ്. പക്ഷെ രണ്ടും ഭാഗികമാണ്. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. വെറുതെ വെള്ളം തിളയ്ക്കുകയില്ല. ഒരാൾ അയാളുടെ ഇച്ഛ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നത്. അതേസമയം തന്നെ ഇച്ഛ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം വെള്ളം തിളയ്ക്കുകയില്ല, തീ കത്തിക്കണം, താപോർജ്ജം ലഭിക്കുകയും വേണം. ഇത് വെള്ളം തിളയ്ക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ നമ്മുടെ ലോക യാഥാർത്ഥ്യത്തെ കുറിച്ച് മുഴുവൻ ഈ രണ്ട് വശങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ട് ലളിതമായ ഒരു ഉദാഹരണമാണ്. ഒന്ന് മറ്റതിനെതിരല്ല, രണ്ടും കൂടി വരുമ്പോൾ മാത്രമേ സമഗ്രമായ ഒരു അറിവ് നമുക്ക് ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. എട്ടാമത്തെ പോയിന്റ് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതി രേഖീയം, ലീനിയർ. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന അന്വേഷണങ്ങൾ പുരോഗതിയുടെ അന്വേഷണങ്ങളാണ്. ഈ സയൻസിലെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. തോമസ് കുനിന്റെ പാരഡൈം ഷിഫ്റ്റ് ഞാനിപ്പോൾ അത് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. സയൻസ് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാത്തിനെയും ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞിട്ട് പുതിയ പാരഡൈം ഉണ്ടാക്കും എന്നാണ് തോമസ് കുൻ പറയുന്നത്. പക്ഷെ നോർമൽ സയൻസിൽ നമ്മൾ കാണുന്ന നോർമൽ സയൻസിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സിദ്ധാന്തങ്ങൾ പഴയതിനെ തിരസ്കരിക്കുകയും അതിൽ നിന്ന് പുതിയ പാഠങ്ങളെടുത്ത് പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് മതത്തിൽ ആധ്യാത്മികതയിൽ ഒരിക്കലും വാസ്തവമല്ല. ഒരു ക്രോണോളജിക്കൽ സീക്വൻസോ പ്രോഗ്രസോ മതത്തിനുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ 2500 വർഷമായി ബുദ്ധൻ ജനിച്ചിട്ട് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വം ഏഷ്യയിലോ വേറെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. അപ്പം ബുദ്ധൻ ജനിച്ചത് 2500 വർഷം മുമ്പായതുകൊണ്ട് അദ്ദേഹം പഴഞ്ചനാണ്. ഇന്ന് ജീവിക്കുന്ന നമുക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആഴമായ ബോധം ലഭിക്കും, പ്രബുദ്ധത ലഭിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വലിയ ബുദ്ധിശൂന്യതാണെന്ന് നമുക്കറിയാം. അപ്പം പഴയതായതുകൊണ്ട്, കാലം കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല. ബുദ്ധന്റെ അത്രയും പ്രബുദ്ധത ഇന്നും ആരും കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ദൈവശാസ്ത്രത്തിലും മതപരമായ പൊതുചിന്തകളിലുമൊക്കെ ഈ നൂറ്റാണ്ടുകളെ തഴുകിക്കൊണ്ടാണ് പോകുന്നത്. 2000 വർഷം മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ നടന്നതുപോലെയാണ് സംസാരിക്കുന്നത്. ഈ ഭീകരവാദത്തിന്റെ പുറകിലും അതുകൊണ്ട് എപ്പോഴും കാണാം. കാരണം പഴയ ചില കാര്യങ്ങളെ ഇപ്പോഴേ നമ്മളെ തൊടുന്ന കാര്യമായിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ശാസ്ത്രത്തിൽ അങ്ങനെയില്ല. അതിന് ലീനിയർ പ്രോഗ്രസ് ഉണ്ട്, ക്യുമുലേറ്റീവ് നോളജ് ഉണ്ട്. പക്ഷേ മതത്തിൽ അങ്ങനെ ക്യുമുലേറ്റീവ് നോളജ് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഒരു വിശേഷണം പറയാം. ഇപ്പോൾ ക്രിസ്തീയ വേദശാസ്ത്രം എടുത്താൽ 20ാം നൂറ്റാണ്ടിൽ ലിബറേഷൻ തിയോളജി ഉണ്ടായി. ലാറ്റിൻ അമേരിക്കയിൽ ഈ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അധസ്ഥിതി കണ്ട് ഒപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരിൽ നിന്നുണ്ടായതാണ് ലിബറേഷൻ തിയോളജി എന്ന് പറയാം. അതുപോലെ നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന അധമ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് ഫെമിനിസ്റ്റ് തിയോളജി വരുന്നു. അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ നമ്മുടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ പീഡനത്തിന് വിരുദ്ധമായിട്ട് ദലിത് തിയോളജി ഉണ്ടാകുന്നു എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊരു പുരോഗതിയായിട്ട് നമുക്ക് സാമൂഹികമായിട്ട് രേഖപ്പെടുത്താമെങ്കിലും വാസ്തവത്തിൽ അതൊരു പുരോഗതിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ ആശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന ആൾ 4ാം നൂറ്റാണ്ടിൽ നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ലിബറേഷൻ തിയോളജിയാണ്. അദ്ദേഹത്തിന് അന്ന് ഇത് മുഴുവൻ പ്രവൃത്തിയിൽ വരുത്താനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഒരു ക്യുമുലേറ്റീവ്
പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ സയൻസിൽ വ്യക്തമായിട്ടും അതുണ്ട്. എട്ടാമതായിട്ട് ഈ മെറ്റാഫിസിക്സ് എന്ന പദം ഫിലോസഫിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിനോട് ശാസ്ത്രത്തിന് എപ്പോഴും ഒരകൽച്ചയാണ്. മെറ്റാഫിസിക്സ് എന്നുള്ള പദം ശാസ്ത്രം മാത്രമല്ല, ഇന്ന് ഒത്തിരി ആളുകൾ അതിനോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട്, അതിൽ നിന്ന് മാറി പോകുന്നുണ്ട്. വാസ്തവത്തിൽ അരിസ്റ്റോട്ടിലാണ് ഇതുണ്ടാക്കിയത്. അരിസ്റ്റോട്ടില് ഈ കാണുന്ന ജീവജാലങ്ങളെ കുറിച്ച്, ചെടികളെ കുറിച്ച്, മൃഗങ്ങളെ കുറിച്ചും ഒക്കെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി അത് ഭൗതികമായ തലത്തിൽ ഫിസിക്കൽ റിയാലിറ്റിയെ കുറിച്ചുള്ള വിവരം നൽകും. അതിനുശേഷം അദ്ദേഹം എഴുതിയതാണ് മെറ്റാഫിസിക്സ്. അതായത് ഫിസിക്സിന് അപ്പുറത്തുള്ളതെന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ഫിസിക്സും മെറ്റാഫിസിക്സും ആണ് യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് തലങ്ങളെന്ന് അദ്ദേഹം വിവരിച്ചു. അതിപ്പോഴും നമ്മൾ തുടരുന്നു. പക്ഷെ ഇപ്പോഴേ ഈ ശാസ്ത്രത്തിന്, പ്രത്യേകിച്ചും ഈ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റിന് ശേഷം ശാസ്ത്രത്തിന്റെ വസ്തുനിഷ്ഠമായ അന്വേഷണ പരിധിക്ക് പുറത്തുള്ളത് ഒന്നും തന്നെ പ്രസക്തമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്നുള്ളതാണ് പൊതുധാരണ. മെറ്റാഫിസിക്സ് അതാ ചിന്തിക്കുന്നത്. എന്താ ഇനി ഈ ഭാവി എങ്ങനെയാണ്, ലോകത്തിന്റെ ഈ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ആരാണ്, മരണം എങ്ങനെയാണ് സംഭവിച്ചപ്പോൾ എന്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മെറ്റാഫിസിക്സ് ഫിലോസഫിയുടെ ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ ഈ അദ്ദേഹം പറയുന്നത്, കോപ്പിംഗ് പറയുന്നത് മെറ്റാഫിസിക്സ് വേണ്ട എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഒരു മെറ്റാഫിസിക്സ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് അവരുടെ ഒരു ഐഡിയോളജി എന്നോടെ പറയാം. അതിന്റെ പുറകിലും അവർക്കൊരു തത്വമുണ്ട്. അതുകൊണ്ട് അത് ദൈവമുണ്ടെന്ന് പറയുന്ന ആളുകൾക്കും ദൈവം ഇല്ലെന്ന് പറയുന്ന ആളുകൾക്കും ഒരുപോലെ അവരുടേതായ തത്വാധിഷ്ഠിതമായ ആശയപരമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ പാശ്ചാത്യ ചിന്തയെ സാധാരണ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഈ കാണുന്ന ദ്രവ്യ വസ്തുക്കൾ അല്ലെങ്കിൽ മാറ്ററിൽ അധിഷ്ഠിതമായ ചിന്താ പദ്ധതി, അതാണ് മെറ്റീരിയലിസം എന്ന് പൊതുവായിട്ട് പറയാം. മറ്റത് ഈ കാണുന്ന സകലത്തിനും കാരണഭൂതമായിട്ടുള്ള ഒരു തത്വം, ഒരു സൃഷ്ടാവെന്ന് തന്നെ പറഞ്ഞോളൂ, ആ തത്വത്തിൽ അധിഷ്ഠിതമായൊരു ചിന്ത, അതാണ് ഈശ്വര അസ്തിത്വവാദമായിട്ട് വരുന്ന മെറ്റാഫിസിക്സ്. അതിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ മെറ്റീരിയലിസവും ഈ അസ്തിത്വവാദവും രണ്ട് പ്രധാനപ്പെട്ട ചിന്താഗതി രണ്ടേ ഉള്ളൂ വാസ്തവത്തില് പാശ്ചാത്യർക്ക്. അവിടെയാണ് അതിന്റെ ഒരു ദാരിദ്ര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ഈ നമ്മുടെ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി ഉണ്ടല്ലോ, ആ ദർശന വ്യവസ്ഥകളിലേക്ക് അടക്കവും മനസ്സിലാവും. ഇതിനിടയിൽ ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട്. ഈശ്വര വിശ്വാസത്തിൽ ഊന്നിയ ഒരു വ്യവസ്ഥയും പൂർണ്ണമായിട്ടും ഭൗതികവാദത്തിൽ ഊന്നിയ ഒരു വ്യവസ്ഥയും രണ്ട് മാത്രമല്ല. ഇന്ത്യയിലെ ലോകായുധീയന്മാർ മെറ്റീരിയലിസ്റ്റുകളാണ്, ഭൗതികവാദികളാണ്. അതിനപ്പുറത്തൊന്നും തന്നെ ഇല്ല എന്ന്, ആത്മാവില്ല, വേദമില്ല എന്ന് പറഞ്ഞു അവരെ. പക്ഷെ അത് തന്നെയാണ് ബൗദ്ധ പാരമ്പര്യത്തിലും പറയുന്നത്. ബൗദ്ധമതത്തിൽ ആത്മാവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ വേദങ്ങളുടെ ആധികാരികതയെക്കുറിച്ചോ ഒന്നും തന്നെ അവർ പറയുകയില്ല, അത് സ്വീകരിക്കുന്നുമില്ല. പക്ഷേ ലോകായുധീയന്മാരല്ല ബൗദ്ധന്മാർ. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ധാരാളം ചിന്താ പദ്ധതികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ചിന്തയുടെ സമൃദ്ധിയെ കാണിക്കുന്നു എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ പറഞ്ഞ സംഗതി, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും തീസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയാണെങ്കിലും ഈ രണ്ടിലും അന്വേഷണമുണ്ട്. ഈ അന്വേഷണ പാതകൾ എവിടെ വെച്ചെങ്കിലും തമ്മിൽ കണ്ടുമുട്ടാതെ മാർഗമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസവുമാണ്. അങ്ങനെ പലതും ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. 9ാമതായിട്ട് ഈ ഭൗതിക ശാസ്ത്രം അതിന്റെ പുതിയ ഗവേഷണ അന്വേഷണങ്ങൾ കൊണ്ട് തന്നെ ഭാവിയിലേക്ക് തുറന്നിരിക്കുന്ന ഒരു മുഖം നൽകുന്നുണ്ട്. ഇപ്പൊ 18ാം നൂറ്റാണ്ടിൽ ഐസക് ന്യൂട്ടന്റെ സമയത്ത് അദ്ദേഹം കണ്ടെത്തിയതായ ദ്രവ്യ കണികകൾക്കെല്ലാം നിശ്ചിതമായ സ്വഭാവമുണ്ട്. ബില്ലിയാർഡ് ബോൾ അവർ ഉപയോഗിക്കുന്ന ക്ലാസിക്കൽ എക്സാമ്പിൾ. ബില്ലിയാർഡ് ബോള് ഞാൻ തട്ടിയാൽ അത് എങ്ങോട്ട് പോകും, അത് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യും, അത് പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ളത് കൃത്യമായി
കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് ഫിസിക്സിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിശ്ചിതമായ ഒരു വ്യവസ്ഥയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ഈ മോഡേണിറ്റിയുടെ സ്വഭാവം തന്നെയാണ്. അത് 20-ാം നൂറ്റാണ്ടായെങ്കിലും ന്യൂട്ടന്റെ സിദ്ധാന്തത്തിന്റെ നിർവചന സ്വഭാവം, നിശ്ചിതത്വമാണ് മോഡേണിറ്റിയിലും എല്ലാം കൃത്യമായിട്ട് വരച്ച് കുറിച്ച് ചെയ്യുന്നത്. പ്രീഡിക്റ്റബിളാണ്. ഈ ബില്ലിയർഡ് ബോൾ പോയാൽ എവിടെയൊക്കെ മുട്ടും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രവചന വിധേയത, പ്രവചന സാധ്യത പഴയ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. പക്ഷെ പുതിയ ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴേ, പ്രത്യേകിച്ചും ക്വാണ്ടം സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ, അവിടെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് പോലെ വളരെ അനിശ്ചിതമായ ലോകമാണ്, സംഭാവ്യതകളുടെ ഒരു ലോകമാണ്. ഇത് സംഭവിക്കാം, ഇത് സംഭവിക്കാതിരിക്കാം. നമ്മളെ പെട്ടിക്കകത്തിട്ട് അടച്ചു വെച്ച പൂച്ച ചത്തിരിക്കാം, ജീവനോടെ ഇരിക്കാം. അത് തുല്യമായ സാധ്യതയോടെ ഈ സംഭാവ്യതകൾ കാണുന്നു. പൂർണ്ണമായിട്ടും അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള അപ്രവചനീയമായ ഒരു യാഥാർത്ഥ്യമാണ് നമുക്കുള്ളത് എന്ന് ആണ് ആധുനിക പുതിയ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ എല്ലാവരും പറയുന്നതാണ്, ക്ലാസിക്കൽ എക്സാമ്പിളാണത്. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് നമുക്ക് ഒരേ സമയം അതിൻ്റെ വേഗതയും അതിൻ്റെ സ്ഥാനവും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതിൻ്റെ വേഗത അറിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം അറിയുകയില്ല, അതിൻ്റെ സ്ഥാനം അറിഞ്ഞാൽ അതിൻ്റെ വേഗത അറിയുകയില്ല. അത് നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെട്ട് പോവുകയില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്, ഇങ്ങനെ അൺപ്രീഡിക്റ്റബിൾ ആയിട്ടുള്ള കയോട്ടിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടം യാഥാർത്ഥ്യത്തിന്റെ മുകളിലാണ് ഈ ഉറച്ച യാഥാർത്ഥ്യത്തെ പണിതിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കും ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. ഞാനീ പിടിച്ചിരിക്കുന്ന ഈ ഉറപ്പുള്ള പ്രസംഗ പീഠം അതിന്റെ ന്യൂക്ലിയർ തലത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ഏതാണ്ട് പ്രകാശത്തിനോട് അടുത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന കണികകൾ, വളരെ ഭ്രമാത്മകമായ, ചലനാത്മകമായ, വളരെ അസ്ഥിരമായ ഒരു ലോകമാണ്. അതിൻ്റെ മുകളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാ ട്രാൻസിഷൻ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ ഒരു വിസ്മയമാണ്. പത്താമതായിട്ട് ഈ ബിഗ് ബാങ് എന്ന ആദ്യ മഹാവിസ്ഫോടനത്തോടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞതെന്നാണ് ഒരു സിദ്ധാന്തം. വേറെ സിദ്ധാന്തങ്ങളുണ്ട്. ബിഗ് ബാങ്ങിനെ എതിർക്കുന്ന ഇന്ത്യൻ കോസ്മോളജിസ്റ്റുകൾ തന്നെ ഉണ്ട്, ഗൗരവമായ വാദങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ഈ ബിഗ് ബാങ് ആണ്. അപ്പോൾ സ്ഥലകാലങ്ങൾ ഉണ്ടായത് തന്നെ ടൈമും സ്പേസും ഉണ്ടാകുന്ന ബിഗ് ബാങ്ങിനോട് കൂടിയാണ്. അതുകൊണ്ട് അതിന് മുൻപ് എന്തായിരുന്നു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കാരണം ടൈമും സ്പേസും ഉണ്ടായെങ്കിൽ മാത്രമേ മുൻപും പിൻപും എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അവർ പറയുന്നത് ഈ പ്രപഞ്ചാതീതമായ ഒരു ആദി ശൂന്യത, അതിനെ ട്രാൻസ് കോസ്മിക് ഊർ വാക്യൂം എന്നാണ്. ഊർ എന്നുള്ളത് ജർമ്മൻ ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഏറ്റവും പൂർവികമായ അവസ്ഥയെ കാണിക്കാനാണ് UR എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ് കോസ്മിക് ഊർ വാക്യൂം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഈ ബിഗ് ബാങ്ങിന് മുമ്പുണ്ടായിരുന്നു. അതൊരു ശൂന്യതയാണ്. പക്ഷേ ആ ശൂന്യതയ്ക്കകത്ത് ഇങ്ങനെ ഒരു ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ഉണ്ട്, ഒരു വൺ ഡയമെൻഷനൽ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതിൽ നിന്നാണ് പിന്നെ ബിഗ് ബാങ് ഉണ്ടായത് എന്നുള്ള ഒരു പുതിയ സിദ്ധാന്തമാണ്. പക്ഷെ അതിന് മുൻപ് എന്തായിരുന്നുള്ള ചോദ്യം അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം ഈ ശൂന്യത, കേവല ശൂന്യത എന്ന് പറയുന്നത് എല്ലാ ഊർജവും വാർന്നുപോയ ഒരവസ്ഥ, എൻട്രോപ്പി. അതിൻ്റെ അകത്ത് ഒന്നും പിന്നെ പൂർണ്ണമായ ക്രമരാഹിത്യമാണ്, പൂർണ്ണമായ ശൂന്യതയാണ്, വാക്യമാണ്. അവിടെ ഒന്നും തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ കാണുന്ന ബിഗ് ബാങ്ങിന് മുമ്പ് ഇങ്ങനെയുള്ള ആദിശൂന്യതയിൽ ഒരു ക്വാണ്ടം സ്പന്ദനം ഉണ്ടായിരുന്നെന്നും അതിൽ നിന്നാണ് ഇത് മുഴുവൻ പിന്നീട് ഉരുത്തിരിഞ്ഞതെന്നും പറയുന്നു. ഒരു ക്ലോക്കിന്റെ പെൻഡുലം ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട്. ക്ലോക്കിന്റെ പെൻഡുലം രണ്ടു വശങ്ങളിലേക്കും ആടുന്നു. അതിന്റെ ബോബ് നേരെ താഴെ വരുന്നു. അപ്പൊ നേരെ താഴെ വരുമ്പോഴേ അതിന്റെ സ്ഥലം നമുക്കറിയാം, അത് പൂർണ്ണ വിരാമത്തിലാണ്. നേരെ താഴെ വരുമ്പോൾ അതിന്റെ വേഗതയും നമുക്ക് വിരാമം, വേഗത എന്ന് ചോദിച്ചാൽ അതിന്റെ വിരാമം, അത് സീറോ വേഗതയാണ് അതിനുള്ളത്. അത് രണ്ടു വശങ്ങളിലേക്കും പോകുമ്പോഴേ അതിന്റെ സ്ഥാനവും നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ക്ലാസിക്കൽ സയൻസിൽ പറയാം, ഈ ബോബ് നേരെ താഴെ വരുമ്പോൾ അതിന്റെ സ്ഥാനം നമുക്കറിയാം,
അതിൻ്റെ വേഗതയും നമുക്കറിയാം എന്ന് നമുക്ക് പറയാം. ക്ലാസിക്കൽ ഫിസിക്സ് പറയാം. പക്ഷേ പുതിയ ഫിസിക്സിൽ, ക്വാണ്ടം ഫിസിക്സിൽ അത് പറയാൻ സാധ്യമല്ല എന്നാണ് ഇദ്ദേഹം ക്വാണ്ടം ഫിസിസിസ്റ്റുടെയാണ് ഈ പറഞ്ഞയാണ്. അവർ പറയുന്നത് ഇങ്ങനെ പൂർണ്ണവിരാമത്തിൽ 0 ഡിഗ്രിയിലാണ് അതിൻ്റെ ഊർജം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ എവിടെയോ അതിസൂക്ഷ്മമായ ഒരു ഫ്ലക്ച്വേഷൻ, ഒരു സ്പന്ദനമുണ്ട്. സൂക്ഷ്മതരമായ ഒരു സ്പന്ദനമുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇതുപോലെ ബിഗ് ബാങ് എന്ന് പറയും. ബിഗ് ബാങ്ങിന് പുറകിൽ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധമുള്ള ഒരു സ്പന്ദനമുണ്ട് എന്ന് ഇത് ശാസ്ത്രം പറയുന്നൊരു സംഗതിയാണ്. ഈ മതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബൈബിളിലെ അസേർഷൻ എന്ന് പറയുന്നത് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉണ്ടാക്കി, ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ള പ്രയോഗമാണ്. അതിൻ്റെ ലത്തീൻ പ്രയോഗമാണ് പലരും എക്സ് നിഹിലോ, ഔട്ട് ഓഫ് നത്തിങ്. പക്ഷേ ഈ നിഹിലോ എന്ന് പറയുന്നത് അത് വെറും നിഹിൽ അല്ല, വെറും ശൂന്യതയല്ല. ഈ പറയുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു സ്പന്ദനം അതിൻ്റെ പുറകിൽ, സർഗാത്മകമായൊരു സ്പന്ദനം അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം എന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ ചോദിച്ചാലും പിന്നെയും നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. അതിനു മുൻപ് എന്താണ് എന്നുള്ള ചോദ്യം ഒരിക്കലും അവസാനിക്കാത്തൊരു ചോദ്യമാണ്. അപ്പം ഈ ഭൗതിക ലോകത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, വികാസത്തെക്കുറിച്ച് എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയാലും അതിന് മുൻപ് എന്തായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ക്രിസ്ത്യൻ ട്രഡീഷനിലെ അതിന് പറയുന്ന ഉത്തരം അതിൻ്റെ ഹൗ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് ഇത് സൃഷ്ടാവിൻ്റെ ഇച്ഛയും സ്നേഹവും മൂലം ഇതുണ്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് വളരെ പേഴ്സോണിഫൈഡാണ്. ഇച്ഛ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇച്ഛയാണ്, സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആന്ത്രോപ്പോമോർഫിക്കായിട്ട് കാണുകയാണ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഇതൊക്കെ സമസ്യകളാണ്, ഒരിക്കലും ഉത്തരം കിട്ടാത്ത. ഇന്നലെ നമ്മൾ ഡെറിഡയുടെ ചർച്ചയിൽ കേട്ടതുപോലെ അപ്പോറിയാസാണ്, അതായത് അടഞ്ഞ വാതിലാണ്, അഴിയ കുരുക്കുകളാണ് എന്ന് തന്നെ പറയണം. പക്ഷേ ഇത് ശാസ്ത്രവും മതവും ഒരുപോലെ മനസ്സിലാക്കുമ്പോഴാണ് പുതിയ വഴി തുറക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നിഗമനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 11ാമത്തെ പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ ഇങ്ങനെ വരുമ്പോഴേ ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് മെറ്റാ ക്രിസ്ത്യൻസ് എന്നാണ്. സാധാരണ ചോദ്യം ക്രിസ്ത്യൻസാണ്. മെറ്റാ അതീതമായ ചോദ്യങ്ങളാണ്. ഈ അതീത ചോദ്യങ്ങൾക്ക് ഒരിക്കലും നമുക്കിപ്പോൾ ശാസ്ത്രമോ മതമോ ഉത്തരം കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാവുന്ന ഈ പ്രപഞ്ചം, കൊടാനുകൂടി ഗാലക്സികളും നക്ഷത്രങ്ങളും ഉള്ള അനുക്ഷണ വികസനമായ ഈ പ്രപഞ്ചം, അത് മെറ്റീരിയൽ യൂണിവേഴ്സ് നമ്മൾ പറയുന്നു. ഈ മെറ്റീരിയൽ യൂണിവേഴ്സ് യഥാർത്ഥത്തിലുള്ള മാറ്ററിന്റെ 5% കുറെ ആൾ മുമ്പ് 10 പറഞ്ഞു, ഇപ്പൊ ഒരു 5 ആക്കിയത്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. 5% ഉള്ളൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മെറ്റീരിയൽ യൂണിവേഴ്സ്. പിന്നെ ഒരു 25% അവർ വിളിക്കുന്നത് ഡാർക്ക് മാറ്റർ എന്നാണ്, തമോദ്രവ്യം എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. ഈ ഡാർക്ക് മാറ്റർ എന്തിനാണ് പറയുന്നത് ചോദിച്ചാല്, ഈ നമ്മുടെ പ്രപഞ്ചത്തിനകത്ത് ഈ ഗ്രഹങ്ങളും ഈ ഗാലക്സികളും ഒക്കെ ഉള്ള ഇതിൻ്റെ ഈ പരിഭ്രമണം, ഇതിൻ്റെ വട്ടം കറങ്ങലിന് എനർജി ആവശ്യമാണ്. ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളും ഇതെല്ലാം കൂടെ നോക്കിയാൽ ഇപ്പോഴത്തെ ഈ 5% മെറ്റീരിയൽ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുള്ള എനർജി കൊണ്ട് ഇത് നടത്താൻ, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ എനർജി ആവശ്യമുണ്ട്. ആ എനർജിയാണ് ഡാർക്ക് മാറ്റർ എന്ന് വരുന്നത്. അതായത് അദൃശ്യമായിട്ട് ഇതിന്മേൽ ആകർഷണമോ വികർഷണമോ ഉപയോഗിക്കുന്ന മാറ്ററാണ്. ഇപ്പൊ നമുക്ക് ഇതിന് കുറെ ഇരുമ്പ് പൊടി മേശം ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ശക്തിയുള്ളൊരു കാന്തം വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാന്തം നീക്കുന്നതനുസരിച്ച് നീക്കുന്നത് കാണാം. അപ്പൊ ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് അത്ഭുതപ്പെടുത്താം. കൊച്ചുകുട്ടി കാന്തം കാണുന്നില്ല, പക്ഷെ ഈ ഇരുമ്പ് തരികൾ നീങ്ങുന്നത് കാണും. അപ്പൊ ഇരുമ്പ് തരികൾ നീങ്ങുന്നത് കൊണ്ട് അതിന്റെ ശാസ്ത്രീയമായ നിഗമനം ഇതിനെ നീക്കുന്ന എന്തോ അദൃശ്യമായ ഒരു ശക്തിയുണ്ട്. അപ്പൊ 25% ഇങ്ങനെയുള്ള ഇൻവിസിബിൾ ഡാർക്ക് മാറ്റർ ഉള്ളത് കൊണ്ടാണ് ഈ 5% മാറ്ററുകൾ, ഈ കാണുന്ന ചലനങ്ങളും വ്യവസ്ഥകളും ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 30%. പിന്നെ ഒരു 70% ഉണ്ട്. ഈ 70%-ന്
ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത്, തമോർജം എന്നാണ് പറയുന്നത്. ഈ തമോർജത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം നിരന്തരമായിട്ട് വികസ്വരമായിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷനാണ്. അത് പുറത്തേക്ക് വികസിച്ചുകൊണ്ടിരിക്കുക. പുറത്തേക്കെന്ന് പറഞ്ഞാൽ പുറമെന്ന് പറയാൻ സാധിക്കില്ല, സ്പേസിനെ സംബന്ധിച്ച് പുറവും അവിടെ ഇല്ല. ഏതായാലും ഇത് വികസിക്കുന്നുണ്ട്, കാരണം ഗാലക്സികൾ തമ്മിൽ അകലുന്നുണ്ട്. നമ്മുടെ ഒരു ബലൂൺ, പലതരത്തില് പുറത്തെ പടങ്ങളൊക്കെ വരച്ചിരിക്കുന്ന ഒരു ബലൂൺ വീർപ്പിക്കും തോറും അതിന്റെ പുറത്തെ പാടുകൾ തമ്മിൽ അകലുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ തമ്മിൽ അകലുന്നുണ്ട്. ഈ വികാസത്തിന്റെ ഫലമായിട്ടാണ് അകലുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് ശക്തിയാണ് ഇത്രയും വലിയ ഈ അണ്ടകടാഹത്തെ വികസിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് അറിയാവുന്ന എനർജി ഒന്നും ഉപയോഗിച്ചാൽ ഈ ആകർഷണ വികർഷണങ്ങൾ, ഈ ഗ്രാവിറ്റേഷനിൽ ഫുള്ളും ഈ വികസനത്തിനുള്ള എനർജിയും കിട്ടുകയില്ല. അപ്പം അത് വരുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു 70% ഡാർക്ക് എനർജിയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററും വിസിബിൾ മാറ്ററും കൂടെ 5% ദൃശ്യമായ മാറ്ററും കൂടെ ചേർത്തെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ യൂണിവേഴ്സിന്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പറയുന്നതിന് എന്ത് അടിസ്ഥാനം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് അനന്തമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? തീർച്ചയായിട്ടും വളരെ സങ്കീർണമായ സമവാക്യങ്ങളൊക്കെ അവർക്കുണ്ട്, ഗണിത സമവാക്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാകാത്തതുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഒരു മിസ്റ്ററിയാണ്. അപ്പൊ ഈ ഗുരുത്വാകർഷണം യഥാർത്ഥത്തിൽ അത് കണക്കിലെടുക്കുമ്പം ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കേണ്ടതാണ്. ഈ പ്രപഞ്ചം വികസിക്കാൻ പാടില്ല, കാരണം ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ പുള്ളുകൊണ്ട് തന്നെ ഇതിന്റെ വികാസത്തിന് ബ്രേക്ക് ഇടണം. ആ ബ്രേക്ക് ഉണ്ടാകുന്നില്ല. ആ ബ്രേക്കിനെ തന്നെ തകർത്തിട്ട് ഈ വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഡാർക്ക് എനർജി എന്നുള്ള പ്രതിഭാസത്തെ കുറിച്ച് അവര് പറയുന്നത്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഒരു പുതിയ അനന്തമായ ഒരു വാതിൽ തുറക്കുകയാണ്. മതത്തിലും അത് തന്നെയാണ്. ദീപക് ചോപ്രയുടെയും മറ്റൊക്കെ സിൻക്രോണിസിറ്റിയെ കുറിച്ചുള്ള ആശയങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്തതാണ്. അത് എടുത്തു കഴിയുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിസ്മയകരമാണ്. അവിടെയും പുതിയ വാതിലുകൾ തുറക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഈ പഴയ ഭാഷയിൽ ഇത് കോംപ്ലിമെന്ററി ആണ് എന്നുള്ള ഒരു പഴയ ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത് പരിമിതമായ ഒരു ഫ്രെയിം വർക്കിനുള്ള കോംപ്ലിമെന്റാരിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഇത് അങ്ങനെയല്ല. ഇത് ഇൻഫിനിറ്റ് ഓപ്പൺനെസ് രണ്ടും കാണുന്നത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് തമ്മിൽ കണ്ടുമുട്ടുക, എന്തെങ്കിലും അതിന് സൈൻ പോസ്റ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അവ്യക്തമാണ്. പക്ഷേ ദേ ആർ ഓപ്പൺ ടു ഇൻഫിനിറ്റി എന്നുള്ളത് ശാസ്ത്രത്തിന്റെയും സയൻസിന്റെയും വളരെ ബോധപൂർവം വിവേകപൂർവ്വം ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ. ഞാനിത് സമയം പോയതുകൊണ്ട് വീണ്ടും വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് 6:15 മണിയായി പോയി. ഇപ്പൊ നീണ്ടുപോയത് ക്ഷമിക്കണം. ക്ഷമയോടെ നിങ്ങൾ കേൾക്കുന്നതിന്